ഷോർട്ട് ഫിലിം ഉണ്ടാക്കുക, സിനിമയിലേക്ക് വരിക. ഇതൊരു കാലഘട്ടത്തിൻ്റെ സ്ട്രാറ്റജിയാണ്. ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഏകദേശം ഓർക്കൂട്ടിൽ നിന്ന് യൂട്യൂബ്, ഫേസ്ബുക്ക് നമ്മൾക്കിടയിലേക്ക് വന്നുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. ബേസിൽ ജോസഫ് എല്ലാവരെയും പോലെ തന്നെ ഒരു സിനിമ ചെയ്യുന്നു, യൂട്യൂബിലിടുന്നു, ആരും കാണുന്നില്ല. അജു വർഗീസിന് അയച്ചു കൊടുക്കുന്നു, അജു വർഗീസ് അത് വിനീത് ശ്രീനിവാസൻ അയച്ചു കൊടുക്കുന്നു. വിനീത് ശ്രീനിവാസൻ ബേസിൽ ജോസഫിനെ കോൺടാക്ട് ചെയ്യുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. ബേസിൽ ജോസഫ് തിരിച്ചു ചോദിക്കുന്നു, എനിക്ക് ചേട്ടൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ സിനിമയൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. 8 മാസത്തിന് ശേഷം വീണ്ടും വിനീത് ശ്രീനിവാസൻ ബേസിലിനെ കോൺടാക്ട് ചെയ്യുന്നു. ഞാനൊരു സിനിമ ചെയ്യാൻ പോകുന്നു, എന്നോട് കൂടുന്നു എന്ന് ചോദിക്കുന്നു. ആ സിനിമയാണ് തിര. ആ സിനിമയ്ക്കകത്താണ് ധ്യാൻ ശ്രീനിവാസൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നതും ബേസിൽ ജോസഫ് ആദ്യമായിട്ട് സഹസംവിധാനമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ട് എന്ന് പറയുന്നത് അവിടെയാണ്. പിന്നീട് അതിനുശേഷം കുഞ്ഞിരാമായണം ബേസിൽ ജോസഫ് ഡയറക്റ്റ് ചെയ്യുന്നു, വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസനൊക്കെ അഭിനയിക്കുന്നു. അതിനുശേഷം ഗോദ ചെയ്യുന്നു, മിന്നൽ മുരളി ചെയ്യുന്നു, ബേസിൽ ജോസഫ് ഇപ്പോൾ നായകനായിട്ട് അഭിനയിക്കുന്നു. ഇതാണ് കരിയർ ഗ്രോത്ത്.